ഈ ഒരു മാജിക്കൽ ഹെയർ പാക്ക് മതി കേട്ടോ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ തഴച്ച് വളരാൻ വേണ്ടിയിട്ട്. മുഖത്തെ പോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിലും ഏറെ ശ്രദ്ധ ചെലുത്തുന്നവരാണ് നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ. പലപ്പോഴും മുടി കൊഴിച്ചിലിൻ്റെ തീവ്രത അറിയുന്നത് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴാണല്ലേ. കുളിക്കുമ്പോൾ കൂടുതൽ മുടി കൊഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് മതി കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇലകളുടെ ഒരു കൂട്ടം വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. ഭൃംഗരാജയുണ്ട്, അതായത് കയ്യോന്നി. ഇതിൻ്റെ പൂവും തണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. പൂവെന്ന് പറയുന്നത് ചെറിയ കളർ, അതെല്ലാം ചെറിയ വെള്ളപ്പൂവാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അടുത്തെടുത്തിട്ടുള്ളത് നമ്മുടെ കൃഷ്ണ തുളസി, ഞവരയില, അതായത് പനിക്കൂർക്ക. നിങ്ങൾക്ക് ധാരാളം ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണേ. അടുത്ത് കുറച്ച് 2 പിടി അളവിൽ നമ്മുടെ ചെമ്പരത്തിയില, പിന്നെ നമ്മുടെ പാടത്താളി. ഇത് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളേ. കാരണം നമ്മുടെ ചെമ്പരത്തി എന്ന് പറഞ്ഞ താളിയാണ്, അത് ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 4-5 ഇല എടുത്തിട്ടുണ്ട്. ഇത്ര ഇല വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഈ ഇലയെല്ലാം കൂടി നമുക്ക് ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ്, മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിനെ പറ്റി പറയേണ്ട കാര്യമില്ല. ഇത് കുറച്ച് കട്ടിയുള്ള കഞ്ഞിവെള്ളമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി ആഡ് ചെയ്ത് അതിനെ നേർപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാൻ കണക്കിന് മാത്രം വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് അരച്ചതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഒഴിക്കാവുന്നതാണേ. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അരിച്ചോ അരിക്കാതെയോ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല ഫൈനായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അരിക്കാതെ തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. ചെമ്പരത്തി ഇല എന്ന് പറയുന്നത് പൂർണ്ണമായി വളർച്ച മുരടിച്ച മുടിവേരുകളിൽ പോലും ശക്തമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ചെമ്പരത്തി ഇല മാത്രമല്ല, ചെമ്പരത്തിയുടെ പൂവും അതേ എഫക്റ്റാണ് നമുക്ക് തരുന്നത്. വെറുതെ ഷാമ്പൂ വാങ്ങിച്ച്, കെമിക്കൽ അടങ്ങിയ ഷാമ്പൂ വാങ്ങിച്ച് തേച്ച് നമ്മുടെ മുടിയുടെ ആരോഗ്യം കളയാനേക്കാളും വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ ഐറ്റം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതിലെടുത്തിട്ടുള്ള എല്ലാ ഐറ്റവും നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും സഹായിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊരു ജെല്ലി ടൈപ്പിലാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ചെമ്പരത്തി ഇല അരയ്ക്കുമ്പോൾ ഇത്ര ജെല്ലി ആവത്തില്ല. ഇങ്ങനെ ജെല്ലി ആവാൻ കാരണം എന്ന് പറയുന്നത് നമ്മളിതിൽ പാടത്താളി ഒരു 3-4 ഇല ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ഒരു ജെൽ ടൈപ്പിലിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഞാൻ നേരത്തെ ഇല ഇട്ട സമയത്ത് പറഞ്ഞത്, പാടത്താളി ഒരു 4-5 ഇല മാത്രം ഇട്ടാൽ മതിയെന്ന്. നമ്മൾ കൂടുതൽ ഇടുകയാണെങ്കിൽ ഇത് നല്ല ജെല്ലി ടൈപ്പ് ആവും കേട്ടോ, നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞാൻ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചിട്ട്. നമ്മൾ പാടത്താളി ഇതിൽ ധാരാളം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ജെല്ലി ടൈപ്പ് ആവും ഒരു 5 മിനിറ്റ് കൊണ്ട്. പക്ഷേ ഇത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ലതായിട്ട് ചലിക്കുന്നുണ്ട്. ഇനി ഈ സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് തലയിൽ ഹെയർ ഓയിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹെയർ ഓയിൽ നല്ല രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഷാമ്പു ഇട്ടല്ല തല കഴുകുന്നത്, നമ്മുടെ താളി ഉപയോഗിച്ചിട്ട്, നാച്ചുറൽ താളി ഉപയോഗിച്ചിട്ടാണ് തല കഴുകുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ ഈ താളി തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ ഓയിൽ ഞാൻ ഇവിടെ ഡാബർ ആംലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ തേക്കുന്നത് അത് തേച്ചാൽ മാത്രം മതി. ഈ ഡാബർ ആംല എന്ന് പറയുന്നത് മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നല്ല റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഓയിലാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ കുറേ വർഷം കൊണ്ട് ഉപയോഗിക്കുന്നതാണ്, അതാണ് ഇത്ര ധൈര്യത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ തലയിൽ ചെറിയ രീതിയിൽ മസാജും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. മസാജ് കൊടുത്താൽ മാത്രമേ നമ്മുടെ മുടി വളരുകയുള്ളൂ. അതായത് ചില ആൾക്കാർ വിചാരിച്ച് വെച്ചിരിക്കും എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മുടി വളരുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല. എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു മസാജില്ലേ, സ്കാൽപ്പിൽ കൊടുക്കുന്ന ചെറിയൊരു മസാജാണ് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് മുടിയുടെ ഗ്രോത്തിനത് ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ തലയിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നഖമുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക,
നമ്മുടെ സ്കാൽപ്പിൽ സ്ക്രാച്ച് ഒന്നും വീഴാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വിരലിൻ്റെ ഈ മാംസളമായ ഭാഗം ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും സർക്കുലർ മോഷനിലാണ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2-3 മിനിറ്റ് ഒന്ന് തലയിൽ നല്ല രീതിയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത്രയും ചെയ്യുന്നേ ഉള്ളൂ. ഇനി ബാക്കി മസാജും ചെയ്ത് കുറച്ചുകൂടെ എണ്ണ അപ്ലൈ ചെയ്തിട്ട് വരാവേ. അപ്പോൾ തലയിൽ എണ്ണ തേച്ച് ഒരു 2-3 സെക്കൻഡ് ഒന്ന് മസാജ് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് തലയിലേക്ക് നമ്മുടെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ, എനിക്ക് പെട്ടെന്ന് വരും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഹെയർ പാക്കൊക്കെ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാത്രം തലയിൽ വെച്ചേക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജലദോഷമൊന്നും പ്രശ്നമില്ലാത്തവർക്ക് അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ തലയിൽ ഇട്ടേക്കാവുന്നതാണ്. പക്ഷേ ജലദോഷമൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ്, അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ജലദോഷം ഉള്ളവർക്ക് പറ്റിയ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പറയുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ തലയിൽ ഉച്ചിയിൽ ആദ്യം അപ്ലൈ ചെയ്യാതെ ബാക്കി ഭാഗങ്ങളിൽ സ്കാൽപ്പിലും മുടിയിലും എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രം ഉച്ചിയിൽ അപ്ലൈ ചെയ്താൽ മതിയെന്ന് അവർ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇത് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത് ജെല്ലി ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരുപാടിട്ട് കൈ ഉപയോഗിച്ച് പിടിക്കാതിരിക്കുക. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ മുടി ഊരിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ താളി എന്ന് പറയുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഉച്ചിയിൽ അപ്ലൈ ചെയ്യുന്നില്ല, കുറച്ച് മാറ്റിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയും വേണം. നമ്മളിവിടെ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചവെള്ളം എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കഞ്ഞിവെള്ളമാണ് കൂടുതലും ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളമായിരിക്കും. കാരണം നമ്മൾ കൊറിയൻ സ്കിൻ കെയറിലായാലും അതുപോലെ തന്നെ ഹെയർ കെയറിലായാലും മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ എഫക്റ്റും കൂടെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമില്ല എങ്കിൽ കഞ്ഞിവെള്ളം നമുക്ക് നേർപ്പിച്ചതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അങ്ങനെയും തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് സമയം എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൂടുതൽ സമയം വയ്ക്കാൻ പറ്റുമെങ്കിൽ വച്ചതിന് ശേഷം കഴുകിക്കളയാം. അല്ല എങ്കിൽ ജലദോഷമൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയാം. നോർമൽ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. ഇനി ഇതിന് പുറമേ ഷാമ്പൂ ഇടേണ്ട ആവശ്യമില്ല. ഇതേ ഒരു നാച്ചുറൽ ഷാമ്പൂ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ ഓയിൽ ചെയ്യുന്ന ദിവസങ്ങളിൽ തല എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ഷാമ്പു ഇടേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മുടിയെ വൃത്തിയാക്കാനും താരൻ മാറാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും മുടിയുടെ എല്ലാ പ്രശ്നം പരിഹരിക്കാനും ഈ ഒരു ഹെയർ പാക്ക് തന്നെ മതിയാവും. കാരണം ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ സാധനവും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. നമ്മുടെ ഭൃംഗരാജ, അതായത് കയ്യോന്നി ഉൾപ്പെടെ, കയ്യോന്നി എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രാജാവെന്ന് തന്നെ നമുക്ക് അതിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ ഹെയർ ഓയിൽ ചെയ്യുന്നതിനോടൊപ്പം ഇത് ചെയ്യുക.